ഹായ്. ഇല്ല, ഇന്നാരും വരില്ല. കാരണം ഇന്ന് റിപ്പയറിങ് വീഡിയോ അല്ല, അതേപോലെ ബിന്നാണ്, ഷട്ട് ഡൗൺ. അപ്പം നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളൊരു ടി വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനുള്ള ബഡ്ജറ്റ് കൈമലില്ലയോ? സാരമില്ല, അതിനൊരു സൊല്യൂഷനുണ്ട്. എന്താണെന്നല്ലേ? പറയാമേ. അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, ഇവനാണ് എൻ്റെ സൊല്യൂഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ പ്രൊജക്ടറായിരുന്നു. നമുക്കെന്താ ടി വിനെ കൊണ്ടുള്ള ഗുണം? നിങ്ങൾ തന്നെ പറ. എന്താണ് ടി വിൻ്റെ അഡ്വാൻറ്റേജസ്? ഒന്നെന്ന് പറയാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം, പിന്നെ ഇൻഫർമേഷൻ തരുന്നത്. അത് രണ്ടും ഇവൻ തരുന്നുണ്ട്. വേറെന്താണ്? ഇവനെ നമുക്ക് ഒരു മിനി തിയേറ്ററും കൂടി ആക്കിയെടുക്കാൻ പറ്റും. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഐഡിയാസ്. രണ്ടുണ്ട് ബെനിഫിറ്റ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ഒന്ന് നമുക്ക് ടി വി ആയിട്ട് ഉപയോഗിക്കാം. പിന്നത്തെ അടുത്തതാണ് വലിയൊരു ബെനിഫിറ്റ്, ഇവനെ നമുക്ക് തിയേറ്ററായിട്ട് യൂസ് ചെയ്യാം. ഒരു സൗണ്ട് സിസ്റ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് സിസ്റ്റം, എന്തെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്താൽ തന്നെ ഇവന് പെർഫെക്റ്റ് ആണ്. നമുക്കൊരു തിയേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കി, ആംബിയൻസ് ഉണ്ടാക്കി ഇവനങ്ങ് പ്രൊജക്റ്റ് ചെയ്താൽ, ഇവനങ്ങ് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർബാണ്. നിങ്ങൾക്ക് ആ ഫീൽ എന്തായാലും കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ ഫീച്ചേഴ്സ് വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. സോ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അതിനൊരു ഉദാഹരണമാണ് ഇവൻ. എൻ്റെ ഒരു ഫൈൻഡ് ഔട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഇനി ഇവൻ്റെ ഫീച്ചേഴ്സിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് പോലെ ഒരു കാര്യങ്ങളുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതാണ് സ്മാർട്ട് ബറി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. ബാക്കിൽ 3 HDMI പോർട്ടും പിന്നെ 2 USB പോർട്ടും പിന്നെ ഓക്സും ആണുള്ളത്. അപ്പോൾ ഇതാണ് സ്മാർട്ട് ബറിൻ്റെ മൊത്തത്തിൽ വെറൈറ്റി ആണ് സാധനം. താഴെയൊക്കെ മുകളിലൊരു പവർ സ്വിച്ച് ബട്ടണാണുള്ളത്. മുകളിലാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് ആള്, പവർ ബട്ടൺ. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് റിമോട്ട്. ഒരു പവർ സ്വിച്ചും ഹോമും. വളരെ സിമ്പിളാണ്. ഫോക്കസിൻ്റെ സ്വിച്ചും സൗണ്ടും ബാക്ക് ബട്ടണൊക്കെയാണല്ലോ. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മളെ പ്രൊജക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ നോക്കിക്കോളൂ, സ്മാർട്ട് ബറി കണ്ട. ഇറ്റ് നൈസ്. അത് ഞാൻ നല്ല ഫുൾ വെളിച്ചത്തിൽ തന്നെ വെക്കുന്നത്. ഒരു ടി വി കാണുന്ന രീതിയിലേക്ക് കാണിക്കുന്നതാണ്. നല്ല വെളിച്ചത്തിൽ എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനാണ് നമുക്ക് ഈ വെളിച്ചം നമുക്ക് കിട്ടും കറക്റ്റായിട്ട്. നമുക്ക് യൂട്യൂബ് കയറിയിട്ട് അപ്പം നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ വല്ല വെളിച്ചത്തിലാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വെളിച്ചം ഇല്ലാതെ ചെയ്യുന്നത് കാണിക്കും. ഈ ക്ലാരിറ്റി നമുക്ക് ഈ വെളിച്ചത്തിൽ കിട്ടുന്നുണ്ട്, മനസ്സിലായോ? ഇനി ഞാൻ ഇതൊന്ന് മെല്ലനൊന്ന് ഇതിൻ്റെ ഇപ്പം ഞാൻ സൗണ്ട് ബാർ വെച്ച് കണക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ സൗണ്ട് വ്യത്യാസം നോക്കിക്കോളൂ നിങ്ങൾ. അയ്യോ, ദിസ് ഈസ് ദ ഡിഫറൻസ്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തിയേറ്റർ സെറ്റപ്പിലാണ്. എങ്ങനെയുണ്ട്? വെരി വെരി ഗുഡ് സെറ്റപ്പ്.
വേറെ തന്നെ ഒരു ഫീലാണ്. നമ്മളിപ്പോ സൗണ്ട് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഒരു തിയേറ്റർ എഫക്റ്റ് ആണ് ഇത് തരിക. നമ്മൾ ആ സൗണ്ട് മാറിയെന്ന് തന്നെ മനസ്സിലായില്ല. പിന്നെ ആ സൗണ്ട് ഓഫാക്കി നോക്കിക്കോളും. ചെറിയൊരു സൗണ്ടിലേക്ക് മാറി. ഇപ്പൊ സെറ്റായി. ഒരു ഇതില്ല. ഇനി നമ്മൾ സൗണ്ട് ഓണാക്കി നോക്കിക്കോളും. ഇപ്പൊ ചെറിയൊരു സൗണ്ടിൽ. ഇനിയിപ്പോൾ അത് വരും കൂടി സൗണ്ടും കൂടി ആകുമ്പോൾ അടിപൊളിയാന്ന് നോക്കണം. കണ്ടോ ഡിഫറൻസ്? ഭയങ്കര ലുക്കും. ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ആണ് ഇതിന്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിന്റെ സെറ്റിങ്സിലേക്ക് പോകാം നമുക്ക്. സെറ്റിങ്സ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നോക്കി ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൈഫൈ അവൈലബിൾ ആണ്. പിന്നെ ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതേപോലെ റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജ് എടുക്കാം. പിന്നെ ഡേറ്റ്, ടൈം, പിന്നെ ആഡ് അക്സസറീസ്, ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് വഴി നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാമെന്നതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. പെയർ ചെയ്യാം. ഞങ്ങൾക്ക് വീട്ടിൽ നല്ലൊരു മോഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റിങ്സിൽ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻസ് കുറേ ഉണ്ട്. ടേംസ് ആൻഡ് റിവ്യൂസ് ആൻഡ് പ്രൈവസി സെറ്റിങ്സ്, ആഡ് ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പിന്നെ നമുക്ക് പിന്നെ USB ആണ്. USB പോർട്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആപ്സ് കുറേ ഉണ്ട്. ആപ്സ് വരുന്നുണ്ട്. ആപ്സ് എന്ന് വെച്ചാൽ എല്ലാം വരുന്നുണ്ട്. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ വരുന്നുണ്ട്. അതേപോലെ നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്. ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോർ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹോമിൽ മെയിനായിട്ട് വരുന്ന ഹോമിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം എല്ലാം ഉണ്ട്. TV നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഏത് രീതിയിലും കാണാൻ പറ്റുന്ന നല്ല നമുക്ക്. ഇതാണ് ഡിവൈസിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, കണ്ടല്ലോ? അത് തന്നെ. നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഇതൊന്ന് ചിന്തിച്ച് നോക്ക്. TV വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്ത് നടക്കാനൊന്നും പറ്റില്ല. ബട്ട് ഇവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ, ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം. അതിനൊരു ചുമര് മാത്രം വേണമെന്നുള്ളൂ. റോഡിൽ നടക്കുന്നു വെച്ചിട്ട് സ്പ്ലോറ്റ് ചെയ്യരുത് പ്ലീസ്. പിന്നെ വയ്യവരത്തൊന്നും വെച്ചിട്ട് നിങ്ങൾ കാണാൻ നിൽക്കരുത്. വീട്ടിൻ്റെ ഉള്ളിലോ ഏതെങ്കിലും ചുമര് കാണാം, അവിടെ അടിക്കുക. വേണ്ടാതൊന്നും കാണാതിരിക്കുക. നല്ല രീതിയിൽ ഇവനെ ഉപയോഗിച്ച് അതിൻ്റെ അഭിപ്രായം ഞങ്ങൾ കമൻറ്റിലിടുക. ഓക്കെ, ഇതിന് ഇവിടെ അവൈലബിൾ അല്ല. ഈ സ്മാർട്ട് വെറിൻ്റെ പ്രൊഡക്റ്റൊന്നും ഇവിടെ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. സോ ഇവിടുത്തെ ചെറിയ വേറെ കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല കമ്പനീസ് കുറേ കണ്ടിട്ടുണ്ട്. അവരേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ കമൻറ്റ് വന്ന് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് ബൈ.